പ്രിയമുള്ളവരെ, നക്ഷത്ര ജാതക രഹസ്യം എന്ന ജ്യോതിഷ ഫലശാസ്ത്രത്തിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇതിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇവിടെ പറയുന്നത്. അനന്തമായ ആകാശമണ്ഡലത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളാണ് ഉള്ളതെങ്കിലും ജ്യോതിഷ പ്രകാരം അവയിൽ 27 നക്ഷത്രങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങളിൽ ആദ്യത്തേതായ അശ്വതി, രാശികളിൽ ആദ്യത്തേതായ മേടത്തിൽ നിലകൊള്ളുന്നു. നഭോമണ്ഡലത്തിൽ കുതിരമുഖം പോലെ കാണുന്ന 3 നക്ഷത്രങ്ങളാണ് അശ്വതി എന്നറിയപ്പെടുന്നത്. ഈ നക്ഷത്രങ്ങളത്തെ നേരെ തലയ്ക്ക് മുകളിൽ കാണുമ്പോൾ കർക്കിടകൻ രാശി തുടങ്ങി 1.25 നാഴികയായി എന്ന് ഗണിതശാസ്ത്രജ്ഞർ കണക്കാക്കപ്പെടുന്നു. നക്ഷത്ര ദശയിൽ അശ്വതിയുടെ നാഥൻ കേതുവാണ്. ഇതിന്റെ കാൽഭാഗം ഗണ്ഡാന്ത ദോഷമുള്ളതാണെന്ന് പറയുന്നു. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരന്മാരായും പ്രായേണ ആരോഗ്യവാന്മാരായും കാണപ്പെടുന്നു. എല്ലാ കാര്യങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ അറിവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഇവരിൽ ഉണ്ടാകും. ചൈതന്യമുള്ളതും വിശാലങ്ങളുമായ കണ്ണുകളും വിസ്താരമുള്ള നെറ്റിയും ഉയർന്ന നാസികയും പ്രശാന്ത ഗംഭീരമായ മുഖഭാവവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. ഏതു കാര്യത്തിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടരാണിവർ. പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് അത്ര വേഗം വശംവദരാവുകയോ ഇവർ ചെയ്യാറില്ല. എന്നാൽ ആലോചിച്ചോ അല്ലാതെയോ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് മാറാത്ത ഒരു സ്വഭാവം ഇവരിൽ കണ്ടുവരുന്നുണ്ട്. സ്വഭാവത്തിൽ ഇവർ വളരെ ശാന്തരായി തോന്നാമെങ്കിലും ആർക്കും പിടികൊടുക്കാതെ കാര്യം നേടുവാനുള്ള സാമർഥ്യം, ആരുടെയും നിർബന്ധത്തിനോ ബലപ്രയോഗത്തിനോ വഴങ്ങാത്ത മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. വിശേഷിച്ച് മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരിൽ മേൽപ്പറഞ്ഞ സ്വഭാവം മുന്തി നിൽക്കുക തന്നെ ചെയ്യും. ആശ്രിത വാത്സല്യവും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ആപൽഘട്ടത്തിലുമുള്ള സേവന സന്നദ്ധതയും ഇവർക്കുള്ള വിശിഷ്ട ഗുണങ്ങളാകുന്നു. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സാമർഥ്യവും പുരോഗതിയുമുണ്ട്. 30 വയസ്സുവരെ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും ക്ലേശങ്ങളും തരണം ചെയ്യേണ്ടതായി വരും. അതിനുശേഷമാണ് ഇവർക്ക് സ്വതന്ത്രമായ അഭിവൃദ്ധി കാലം തുടങ്ങുന്നത്. ഇത് ഏതാണ്ട് 50-55 വരെയും നിൽക്കും. അശ്വതി നാളുകാർ കുടുംബാംഗങ്ങളുടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ പാത്രീഭവിക്കാറുണ്ടെന്നുള്ളത് ഒരു സാധാരണ സംഭവമാകുന്നു. പിതാവിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങളും ഇവർക്ക് പ്രായേണ കുറവായിരിക്കും. സഹോദരങ്ങളെ കൊണ്ടും മിക്കവാറും അങ്ങനെ തന്നെ. സ്വതന്ത്രമായ മാർഗത്തിലും പരിശ്രമത്തിലുമാണ് ഇവർക്ക് എല്ലാ അഭിവൃദ്ധികളും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അന്യ ആളുകളെ കൊണ്ട് ഇവർക്ക് പല നന്മകളും ഉണ്ടാകാറുണ്ട്. ഇവർ പൊതുവെ അല്പം ലുബ്ധരാണെങ്കിലും അഭിമാനികളായതുകൊണ്ട് വലിയ ചിലവുകാരായിട്ടാണ് പരിണമിക്കുന്നത്. തന്നിമിത്തം സാമ്പത്തികമായ ഉയർച്ച യഥാർത്ഥമായ വരവിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ. ഏതായാലും ഇച്ഛാനുസരണമായ സുഖഭോഗികൾ അനുഭവിക്കുക എന്നത് ഇവരുടെ പ്രധാനവുമായ ഉദ്ദേശമായിരിക്കും. വീടും പരിസരവും ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം എപ്പോഴും വൃത്തിയായും കുലീനമായും സൂക്ഷിക്കണമെന്നുള്ളതിൽ ഇവർക്ക് വലിയ നിർബന്ധമുണ്ടായിരിക്കും. അശ്വതി നക്ഷത്രക്കാർ പുറമേ നല്ല ആരോഗ്യവാന്മാരായി തോന്നുമെങ്കിലും അർശസ്, വാതരോഗം, മൂത്രാശയ രോഗങ്ങൾ, ഹൃദ്രോഗം എന്നിവയിൽ ഏതെങ്കിലും ഇവരെ വിട്ടുമാറാതെ ഉപദ്രവിക്കാറുണ്ട്. എന്നാൽ ഇവർ ആരോഗ്യത്തെക്കുറിച്ച് അത്ര കാര്യമായി പരിഗണിക്കുന്നവരല്ല. ഔഷധങ്ങളെക്കാൾ ആത്മനിയന്ത്രണം കൊണ്ട് ദിനചര്യ കൊണ്ടും രോഗശമനം വരുത്തണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിലധികവും. അത് ഇവർ പ്രയോഗത്തിൽ വരുത്തി കാണിക്കാറുമുണ്ട്. ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കുമെങ്കിലും അത്ര തന്നെ സംതൃപ്തികരമാകാനിടയില്ല. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഗ്രഹനിലയിൽ ശുക്രനും രാഹുവും അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അവർക്ക് ഭാര്യ മരണപ്പെടാം. ചൊവ്വയാണ് അപ്രകാരം നിൽക്കുന്നതെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം കൊണ്ട് അത്തരക്കാർക്ക് ജീവിതം സംതൃപ്തികരമായിരിക്കുകയില്ല. ബുധനോ ശനിയോ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അവർക്ക് വിവാഹത്തിന് താമസം നേരിടും. മാത്രമല്ല ചിലപ്പോൾ കൃത്രിമ ബന്ധം പുലർത്തി എന്നും വരാവുന്നതാണ്. ഏതായാലും വ്യാഴത്തിന്റെ ആനുകൂല്യമുണ്ടായാൽ സന്താന ഭാഗ്യം ഇവർക്ക് ഉണ്ടാകും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇതിൽ വിവരിച്ച ഫലങ്ങൾ മിക്കവാറും യോജിച്ചിരിക്കുമെങ്കിലും ചില പ്രത്യേകതകൾ കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ഇവർ അതിരറ്റ ഈശ്വരവിശ്വാസികളും മതബോധമുള്ളവരുമായിരിക്കും. ഹൃദയം ലളിതവും എന്നാൽ സഹിക്കാൻ കഴിവുള്ളതുമായിരിക്കും.
നിഷ്കളങ്കമായ ഭർതൃഭക്തി ഇവരിൽ ഉണ്ടായിരിക്കും. കുടുംബ ഭരണത്തിലും ഔദ്യോഗിക രംഗത്തും ഇവർ അസാമാന്യ കഴിവുള്ളവരായി കണക്കാക്കപ്പെടുന്നു. സ്നേഹത്തിനും ഔദാര്യത്തിനുമില്ലാത്ത ദാനമോ ദണ്ഡമോ കൊണ്ടൊന്നും ഇവരെ സ്വാധീനിക്കാൻ കഴിയില്ല. ദുർശാഠ്യവും വാചാലതയും അല്പം കൂടിയിരിക്കുമെന്ന് മാത്രം. എന്നാലും ഇവർ ഐശ്വര്യവതികളും സ്വജന വാത്സല്യമുള്ളവരുമായിരിക്കും. ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ തന്റെ ഇടത്തോടും ബുദ്ധിപരമായും പെരുമാറാനും ഇവർക്ക് കഴിയുന്നു. അശ്വതിയുടെ ആദ്യത്തെ 15 നാഴിക ഗണ്ടാന്ത ദോഷമുള്ളതാണെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ. ഇതിൽ തന്നെ പ്രാരംഭം 3.25 നാഴികയ്ക്കാണ് ദോഷമാധിക്യമുള്ളത്. ഈ സമയത്ത് ജനിക്കുന്നവർ പ്രായേണ ആരോഗ്യം കുറഞ്ഞവരും മുൻകോപികളും വഞ്ചകന്മാരുമായിരിക്കും. കളവ് പറയാനും പ്രവർത്തിക്കാനും ഇവർക്ക് പ്രത്യേക വാസനയുണ്ടായിരിക്കും. ആത്മാർത്ഥത എന്ന മാനുഷിക മൂല്യം ഇവരിൽ ലേശം പോലും ഉണ്ടായെന്നും വരുന്നില്ല. ഗണ്ടാന്തത്തിൽ ജനിക്കുന്നവർ ജാതകത്തിൽ സൗഭാഗ്യ ലക്ഷണങ്ങൾ പ്രബലമായി ഉണ്ടായിരുന്നാൽ പോലും ഇവർക്ക് അനുഭവസുഖം താരതമ്യേന കുറവായിരിക്കും. കുടുംബത്തിനും മാതാപിതാക്കന്മാർക്കും ഇവർ ക്ലേശകാരികളായിരിക്കും. അശ്വതി നാളുകാർക്ക് കാർത്തിക, മകയിരം, പുണർതം, ചിത്തിര, അനിഴം, തൃക്കേട്ട ഈ നാളുകാരുമായുള്ള സമ്പർക്കം നല്ലതല്ല. ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകളും വേഴ്ചയും ഇവർ കഴിവതും ഉപേക്ഷിക്കേണ്ടതാണ്. അശ്വതിയുടെ ദശാനാഥൻ കേതുവാണ്. ജനനം കേതുർദശയിലായിരിക്കുമെന്നാണ് സാരം. ഏതാണ്ട് 3-4 വയസ്സ് വരെ കേതുർദശയായിരിക്കുമെന്ന് അനുമാനിക്കാം. ഇത് സ്ഥൂലമായ കണക്കാണ്. അടുത്തത് ശുക്രദശ 20 വർഷം, തുടർന്ന് ആദിത്യദശ 6 വർഷം, പിന്നെ ചന്ദ്രൻ 10 വർഷം. അടുത്തത് ചൊവ്വാദശ 7 വർഷമാണ്. തുടർന്ന് രാഹുർദശ 18 വർഷം, പിന്നീടുള്ള വേഴദശ 16 വർഷം. അതിനുശേഷം ശനിദശ 19 വർഷം, തുടർന്നുള്ള ബുധദശ 17 വർഷമാകുന്നു. ഇങ്ങനെ 9 ഗ്രഹങ്ങൾക്കുമിടയിലായി 120 വർഷം മനുഷ്യന് പരമായുസ് നക്ഷത്ര ദശാക്രമത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.